Hello SSLC students, നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ ഒരു ടാസ്ക് തരാണ്. കമന്റ് ബോക്സിൽ നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ദിവസത്തെ പറ്റി പറയാം. ഓക്കെ, നിങ്ങളുടെ ലൈഫിലെ ഏറ്റവും ബെസ്റ്റ് ദിവസം നിങ്ങൾ കുറച്ച് വാക്കുകളിൽ പറയാം. ചിലപ്പോൾ നിങ്ങൾക്ക് ബൈക്ക് കിട്ടിയ ദിവസമാവാം, ബൈക്ക് എന്ന് പറയുമ്പോൾ സൈക്കിൾ ഉദ്ദേശിക്കുന്നത്, അല്ലെ ഫോൺ കിട്ടിയ ദിവസമാവാം, അല്ലെ നിങ്ങൾക്ക് ഒരു പട്ടിക്കുട്ടി കിട്ടിയ ദിവസമാവാം, അല്ലെ വെറുതെ അച്ഛനും അമ്മേൻ്റെ കൂടെ പുറത്തു പോയ ദിവസമാവാം. എന്താണെങ്കിലും നിങ്ങളുടെ ബെസ്റ്റ് ഡേനെ പറ്റി നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇനിയിപ്പോൾ നിങ്ങളുടെ പേരൻസിന് നിങ്ങൾക്ക് പേടിയ പേരൻസ് കാണും, സാർ എൻ്റെ ക്രഷ് യെസ് പറഞ്ഞ ദിവസമാണെങ്കിൽ അതും കുഴപ്പമില്ല, കമൻറ്റ് ചെയ്തോ, അതൊന്നും വിഷയമല്ല. അതിനെ പറ്റി ആ എക്സ്പീരിയൻസിനെ പറ്റി പറയാം. നിങ്ങൾ ഈ എക്സ്പീരിയൻസ് താഴെ കമൻറ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എത്ര മാർക്ക് ഉറപ്പ്? 6 മാർക്ക്, 6 മാർക്കാണ് ഉറപ്പ്. കാരണം നമ്മൾ ഈ വീഡിയോയിൽ പഠിക്കാൻ പോകുന്ന ഡയറി എൻട്രി ആണ്. ഏറ്റവും സിമ്പിളായിട്ട് 6 മാർക്ക് എല്ലാ വർഷവും പേപ്പറിൽ കിട്ടുന്ന ഒരു സിമ്പിൾ ചോദ്യമാണ്. അതിന് പ്രത്യേകിച്ച് ഫോർമാറ്റ് ഇല്ല. നിങ്ങൾ താഴെ കമൻറ്റ് ചെയ്തില്ലേ, അത് തന്നെയാണ് വേണ്ടത്. പക്ഷേ നിങ്ങളുടെ ദിവസത്തിനെ പറ്റി എഴുതുന്നതിന് പകരം നിങ്ങൾ ചാപ്റ്ററിൽ പഠിച്ച ഇംഗ്ലീഷിൽ പഠിച്ച ഏതൊരു ക്യാരക്ടറിൻ്റെ ദിവസത്തെ പറ്റി എഴുതേണ്ടത്. അപ്പോൾ നമുക്ക് കടക്കാം എങ്ങനെയാണ് 6 മാർക്ക് ഉറപ്പായിട്ട് മേടിക്കാമെന്ന്. സോ ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യണം, ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണം, ആൻഡ് മാക്സിമം കണ്ട് പഠിക്കുക. 6 മാർക്ക് കളയരുത്. പിന്നെ എല്ലാ ദിവസവും മക്കളെ 7:30 ഈ ചാനലിൽ ലൈവ് ഉണ്ടാവും. പിന്നെ ഇംഗ്ലീഷിൻ്റെ എന്ത് ഗ്രാമർ ചാപ്റ്റർ വീഡിയോ എന്ത് വേണമെങ്കിലും എല്ലാത്തിനെയും ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിൽ ഒരു പ്ലേലിസ്റ്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് എല്ലാവരും കാണുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എല്ലാം വീഡിയോ അവിടെ കിട്ടും. പിന്നെ മക്കളെ ഈ നോട്ട്സ്, ഈ PDF എല്ലാ PYQs ഉണ്ട്, എല്ലാം ഫോർമാറ്റും ഉണ്ട്, എല്ലാ കാര്യവും നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് എല്ലാ നോട്ട്സും നോട്ടിഫിക്കേഷനും കിട്ടും. അപ്പോൾ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷനിൽ ഉണ്ട്, ഒരു വാട്സാപ്പ് ലിങ്ക് ഉണ്ടാവും, ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്, നിങ്ങൾക്ക് എല്ലാം സെറ്റ് ആവും. ഓക്കെ, അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ അലൻസാറിനെ ഫോളോ ചെയ്യാത്തവർ ഫോളോ ചെയ്യാം. അപ്പോൾ നമുക്ക് ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഫോർമാറ്റ് വെച്ച് തന്നെ തുടങ്ങാം. ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞ കാര്യം എന്താണ് ഡയറി എൻട്രി എന്ന് പറഞ്ഞാൽ, നിങ്ങളൊരു ദിവസം ഇന്ന് വൈകുന്നേരം എത്തുമ്പോൾ വീട്ടിലെത്തുമ്പോൾ ഇന്ന് സംഭവിച്ച കാര്യങ്ങളെ പറ്റിയിട്ട് സ്പെഷ്യലായിട്ടൊന്ന് നോട്ട് ചെയ്യുക. നിങ്ങൾക്ക് വേണ്ടിയിട്ട് നിങ്ങൾ തന്നെ എഴുതുന്ന ഒരു സംഭവം. അപ്പം ടീച്ചറിന് മാർക്ക് വെറുതെ കുറയ്ക്കാൻ പറ്റൂല, ഫോർമാറ്റ് ശരിയല്ല എന്ന് പറഞ്ഞിട്ട് ടീച്ചർ പറയാണ് ഇത് ശരിയല്ല, നിങ്ങളുടെ ദിവസം ഇല്ല, അങ്ങനെ ഓവർ പറയാൻ പറ്റൂല. നല്ല മാർക്ക് കിട്ടുന്നൊരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പക്ഷേ നമ്മുടെ എക്സാമിന് കുറച്ച് മാർക്ക് വേണമെങ്കിൽ 2 ഫോർമാറ്റ് മാത്രം നിങ്ങൾ നോക്കണം. 2 പോയിന്റ്. ആദ്യം എന്താ എഴുതിയിരിക്കുന്നത്? സാറ്റർഡേ എന്ന് പറഞ്ഞാൽ ദിവസം, ഡേ, കോമ എന്താണ്? ഡേറ്റ്. എന്തുകൊണ്ടാണ് ഇവിടെ 2023 വർഷം എഴുതാത്തേ? നിങ്ങൾ ഒരു വർഷത്തേക്ക് ഒരു ഡയറി ആണല്ലോ വെക്കുക. അത് തുറക്കുമ്പോൾ തന്നെ നമുക്കറിയാം 2023 എല്ലാ ദിവസവും 2023 എഴുതണോ? വേണ്ട. അപ്പം നമ്മൾ ഡേ കോമ ഡേറ്റ് എന്ന് എഴുതി വെക്കും. ഇയർ നിർബന്ധമില്ല, എഴുതിയാൽ തെറ്റൊന്നും ഇല്ല. ഇനി തുടങ്ങുമ്പോൾ തന്നെ നോക്കിയേ, വാട്ട് എ ടെറിബിൾ എക്സ്പീരിയൻസ്. നിങ്ങൾ ദിവസം ആകെ 2 രീതിയിലാവാൻ പറ്റും അല്ലേ? ഒന്നെങ്കിൽ നല്ല ദിവസമായിരിക്കും, അല്ലെ മോശം ദിവസമായിരിക്കും. സാധാരണ ഒരു ദിവസത്തെ പറ്റി നിങ്ങൾ മിക്കവാറും ഡയറി എഴുതൂല. അപ്പോൾ ഡയറി എന്ന് പറഞ്ഞാൽ ഫീലിങ്സ് ആണ്, ഇമോഷനാണ്. നിങ്ങൾ നല്ല അടിപൊളി പൊട്ട സീരിയലൊക്കെ കണ്ടിട്ടുണ്ടാവില്ലേ, അതിൽ ഭയങ്കര ഇമോഷണലും ഡ്രാമയും എല്ലാം ഭയങ്കര ഇമോഷനല്ലേ, അതാണ് വേണ്ടത്. അത് ക്യാപ്ചർ ചെയ്യണം. ഓക്കെ, അത് എഴുതുന്നതിലാണ് നിങ്ങളുടെ കഴിവ്. ഓക്കെ, ഇപ്പം നിങ്ങൾ ഡയറി എഴുതുമ്പോൾ നിങ്ങൾ ആ ദിവസം നടന്ന എല്ലാ കാര്യവും എഴുതോ. റിപ്പീറ്റ് ചെയ്യിക്കപ്പെടുന്ന കാര്യങ്ങൾ. ഫോർ എക്സാമ്പിൾ, രാവിലെ എണീറ്റു, ബ്രഷ് ഇട്ടു, ചന്ദ്രിക പേസ്റ്റ് ഇട്ട് സൂപ്പിട്ട് കുളിച്ചു, ഒന്നും വേണ്ട. ഷാമ്പു ചെയ്ത് ഉപയോഗിച്ചു, ഇന്ന് നൂഡിൽസിന് ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല, പിന്നെയാണ് മനസ്സിലാക്കി പട്ടി സംസാരിക്കാൻ തുടങ്ങിയില്ല, അങ്ങനത്തെ കാര്യം ഒന്നും വേണ്ട. എല്ലാ ദിവസവും സംഭവിക്കുന്ന കാര്യം വേണ്ട. ഓക്കെ, അതൊന്നും എഴുതണ്ട. അപ്പോൾ സ്കൂളിൽ ബസ് കയറി ഫ്രണ്ടിനെ കണ്ടു, ഫ്രണ്ടിനോട് സംസാരിച്ച് ടീച്ചറിനെ അടി കിട്ടി, അതൊന്നും വേണ്ട. നിങ്ങൾ എഴുതേണ്ടത് അന്ന് നടന്ന സ്പെഷ്യലായിട്ട് നടന്ന എന്തെങ്കിലും കാര്യം, ഔട്ട് ഓഫ് ദി ഓർഡിനറി. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, നിങ്ങളുടെ ഇംഗ്ലീഷ് പേപ്പർ വന്നു, ഫുൾ A+ കിട്ടി. ചിലവർക്ക് അത് എല്ലാ ദിവസവും നടക്കാൻ സംഭവിക്കും, പക്ഷേ ചിലവർക്ക് എന്താണ്, അത് അന്ന് മാത്രം സംഭവിക്കുന്നത്. അത് സ്പെഷ്യലായിട്ട് ഇടാം, അത് ഫീലിങ്സോടെ ഇടാം. ടുഡേ വാസ് ദ ബെസ്റ്റ് ഡേ. ഇംഗ്ലീഷിന് ആദ്യത്തെ പ്രാവശ്യമാണ് എനിക്ക് A+ കിട്ടുന്നത്. അത് മാത്രം എഴുതിയാൽ പോരാ. എന്നിട്ട് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല, നമ്മുടെ ഉള്ളിലെ ഒരു ഇൻട്രോസ്പെക്ഷൻ, നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല. ഞാനാണെങ്കിൽ കുറേ പഠിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ ഇത്രയും കാലമായിട്ട് കിട്ടിയില്ല. എന്തായാലും ടുഡേ ഈസ് എ ഗുഡ് ഡേ, ഇനി ഞാൻ അടുത്ത പരീക്ഷയ്ക്ക് നന്നായിട്ട് പഠിക്കാൻ പോവാ എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു കുട്ടപ്പനായിട്ട് കിടന്നുറങ്ങുക. അങ്ങനെ എഴുതണം. ഓക്കെ, ഫീലിങ്സ് എഴുതുക. നിങ്ങൾ എന്താണ് അതിൽ എക്സ്പീരിയൻസ് ചെയ്തൊരു എക്സ്പീരിയൻസിനെ പറ്റി കുറച്ചുകൂടി എഴുതുക. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ഫ്യൂച്ചറിൽ എന്തെങ്കിലും ഡിസൈഡ് ചെയ്തോ, അത് കാരണം നിങ്ങൾ നാളത്തെ പറ്റിയിട്ടോ നാളത്തെ എന്തെങ്കിലും പ്ലാനിനെ പറ്റി എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ നാളെ ഞാൻ സിനിമ ആണെന്നല്ല എഴുതേണ്ടത്, നാളെ മുതൽ ഞാൻ ഇംഗ്ലീഷ് ഇനി എനിക്ക് പ്രതീക്ഷയുണ്ട്, അങ്ങനെ ഒരു ഫ്യൂച്ചറിലേക്ക് ഒരു ചെറിയൊരു ഐഡിയയും കൂടി വിടാം. ഇവിടെയാണ് നിങ്ങൾക്ക് മാർക്ക് കിട്ടുക. ഓക്കെ, അപ്പം എന്താണ് മാർക്കിംഗ് സ്കീമിൽ അവർ നോക്കാം? കൺവേ ദ ഫീലിങ്സ് വേണം, ഫീലിങ്സ് ആൻഡ് ഇമോഷൻ വേണം. ഓക്കെ, ഇനി ഫസ്റ്റ് പേഴ്സണിൽ എഴുതേണ്ടത്, ഇപ്പം നിങ്ങളോട് പറയാണ് അലൻ സാറ് വല്ല കാറ് പോയി വാങ്ങിച്ചു, അതിനെപ്പറ്റി നിങ്ങളോട് ഇമോഷൻ എഴുതാൻ പറയുമ്പോൾ നിങ്ങൾ അലൻ സാർ ബോട്ട് ഈസ് ഫസ്റ്റ് കാർ ടുഡേ, അലൻ സാർ ഇസ് വെരി ഹാപ്പി, അലൻ സാർ ഇസ് ഡ്രൈവിംഗ്, അങ്ങനെയല്ലേ എഴുതേണ്ടത്. നിങ്ങൾ അയാൾ ആവണം, ഞാൻ ആവണം. ഓക്കെ, ഇപ്പോൾ ഡോക്ടർ AJ ക്രോണിനെ പറ്റി പറയുകയാണെങ്കിൽ നിങ്ങൾ ഡോക്ടർ AJ ക്രോണിൻ ആവണം.
ടുഡേ ഐ മെറ്റ് ദ ബോയ് എന്ന് പറയണം. പിന്നെ ബോയിന്റെ പറ്റി പറയണത് അഡ്വഞ്ചേഴ്സിന്റെ ബാനിൻട്രി ബോയ് എന്നുണ്ടെങ്കിൽ ടുഡേ ഐ സോ ദ ബാറ്റിൽ ബിറ്റ്വീൻ ദ മോങ്കോസ് ആൻഡ് ദ സ്നേക്ക് എന്ന് എഴുതണം. അല്ലാണ്ട് ദ ബോയ് എന്നല്ല, നിങ്ങൾ ഫസ്റ്റ് പേഴ്സൺ ആയിട്ട് എഴുതണം. ഹൈലൈറ്റ് ദ ഇമ്പോർട്ടൻറ്റ് ഇവന്റ്സ് ദാറ്റ് ഹാപ്പൻ. നിങ്ങൾ ബ്രഷ് ചെയ്തു, ചന്ദ്രിക സോപ്പ് ഒഴിച്ച്, ഷാമ്പു ഒഴിച്ച്, അതൊന്നും വേണ്ട. യൂസ് എക്സ്പ്രഷൻസ് ആൻഡ് ബ്രോക്കൺ സെന്റൻസ്. ഇവിടെ നിങ്ങൾ ഫോർമൽ ലെറ്റർ എഴുതിയ പോലെ ടുഡേ ഐ സോ എ വെരി വണ്ടർഫുൾ ഫൈറ്റ് ബിറ്റ്വീൻ ദ മോങ്കോസ് ആൻഡ് ദ സ്നേക്ക് വിച്ച് ഹാപ്പൻഡ് ഇൻ ദ ഗാർഡൻ ഡ്യൂറിംഗ് ദ ഡേ ടൈം അറ്റ് 4 PM എന്നൊക്കെ പറഞ്ഞിട്ട് എഴുതേണ്ട ആവശ്യമില്ല. ടുഡേ വാസ് എൻ അമേസിംഗ് ഡേ, ഐ കുഡന്റ് ബിലീവ് വാട്ട് ഐ സോ, അല്ലെ ഐ ഹാഡ് സീൻ എന്ന് വേണം ആയിക്കോട്ടെ. എന്നിട്ട് എ മോങ്കോസ് ആൻഡ് എ സ്നേക്ക് വാസ് ഫൈറ്റിംഗ് ഇൻ മൈ ഗാർഡൻ, ഇറ്റ് വാസ് വെരി എക്സൈറ്റിംഗ്. നിങ്ങൾ അതിങ്ങനെ ഇഷ്ടമുള്ളവരെ എഴുതിക്കോ, ഇഷ്ടമുള്ളവരെ കുഞ്ഞു കുഞ്ഞു സെൻറ്റൻസ് ഒക്കെ ആയിട്ട് എഴുതിയാൽ മതി. ഓക്കെ. നെവർ റെക്കോർഡ് റുട്ടീൻ ആക്ടിവിറ്റീസ്. എല്ലാ ദിവസവും ചെയ്യുന്ന കാര്യങ്ങൾ എഴുതി വെക്കരുത്. ഫോർമാറ്റ് ഡേ എഴുതുക, ഡേറ്റ് എഴുതുക, കണ്ടന്റ് വിത്ത് ഫീലിങ്സ്. ഓക്കെ. അപ്പം നിങ്ങൾക്ക് എക്സാം എന്ന് പറഞ്ഞാൽ +1 ബാച്ചിൽ ജോയിൻ ചെയ്യുന്ന അഡ്മിഷൻസ് ഓപ്പൺ ആണ്. അത് പറയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇവിടെ വെച്ചിരിക്കുന്നത്. ജോയിൻ ചെയ്യാനുള്ള മൊത്തം ഫീസ് 4,000 റുപ്പീസാണ് വരുന്നത് മക്കളെ. ഇത് നിങ്ങൾക്ക് എൻട്രൻസിന് കോച്ചിങ് ആണ് 6,000 റുപ്പീസ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഡീറ്റെയിൽസ് എന്തെങ്കിലും താഴത്തെ നമ്പറിൽ കോൺടാക്ട് ചെയ്താൽ മതി. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ നിന്ന് ഞാൻ കുറച്ച് എക്സാമ്പിൾസ് പൊക്കിയിട്ടുണ്ട്, അത് നമുക്ക് നോക്കാം. ഓക്കെ. The boy was excited to see the white squirrels in the hole of the banyan tree. White squirrels ne kandu. He decides to scribble something in his diary. What did he? ഒരു ബോയ് ഉണ്ട്. ബോയ് എന്താണ്? വാസ് എക്സൈറ്റഡ്. അപ്പോൾ നല്ലൊരു ദിവസം എക്സൈറ്റ്മെൻറ്റ് ഉണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് പടയൊക്കെ അടി കേട്ടോ. എക്സൈറ്റഡ് ആയിരുന്നു. എന്ത് കണ്ടപ്പോൾ? വൈറ്റ് സ്ക്വിറിൽസിനെ കണ്ടു. എന്താണ്? ഹോൾ ഓഫ് എ ബാനിയൻ ട്രീൻ്റെ ഇടയ്ക്ക് കണ്ടു. ഹി ഡിസൈഡ്സ് ടു സ്ക്രിബിൾ സംതിങ് ഇൻ ഹിസ് ഡയറി. അപ്പം ഡയറിയിൽ എന്തോ കുത്തി വരയ്ക്കാം. നോക്കി എന്തായിരിക്കും എന്ന് നിങ്ങൾ എഴുതാം. അപ്പോൾ നിങ്ങളാ കുട്ടിയാണ്, നമ്മളെന്താണ് സംഭവിച്ചത്? എക്സൈറ്റഡ് ആണ്, ഒരു സ്ക്വിറിലെ കണ്ടു ബാനിയൻ ട്രീൻ്റെ ഇടയ്ക്ക്. ഇനി കുറച്ചുകൂടി എക്സ്ട്രാ അങ്ങ് അടിച്ചു വിട്ടാൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം. ഡേ ഫ്രൈഡേ 12th January. ഇയർ നിർബന്ധമില്ല. ഹൗ മിറാക്കുലസ് നേച്ചർ ഇസ്. കണ്ടോ? പ്രകൃതിൻ്റെ ഒരു ഊഷ്മളതയും അത് എഴുതി വെക്കുക. എന്തിനൊക്കെ ഇതാ ഇത്രയും ഇംഗ്ലീഷ് ഒന്നും വേണമെന്നില്ല. ഹൗ വാട്ട് എ സർപ്രൈസിങ് തിങ് അല്ലേ. നേച്ചർ ഇസ് അമേസിംഗ് എന്നൊക്കെ പറഞ്ഞു തുടങ്ങിയാൽ മതി. ഓക്കെ. വിത്ത് ഫുൾ ഓഫ് ഹിഡൻ സീക്രറ്റ്സ് ആൻഡ് സൈറ്റ്സ്. എന്തൊക്കെയോ ആണല്ലോ. ദ വൈറ്റ് സ്ക്വിറിൽസ്. ദ വൈറ്റ് കണ്ടോ, ഇവിടെ എന്താണ് സെന്റൻസ് കംപ്ലീറ്റ് ചെയ്തത്? വൈറ്റ് സ്ക്വിറിൽസ്. ഐ ഹാവ് നെവർ സീൻ സച്ച് എ ക്രീച്ചർ. ഞങ്ങൾ ഒരിക്കലും കണ്ടിട്ടില്ല. ഇറ്റ് വാസ് റിയലി അമേസിംഗ്. ഫീലിങ്സ് കണ്ടോ. സ്റ്റിൽ ഐ കാൻ ബിലീവ് മൈ ഐസ്. വിശ്വസിക്കാൻ പറ്റുന്നില്ല. ദ ടൈനി സ്ക്വിറിൽസ് ആർ സോ ക്യൂട്ട്, ബട്ട് ഹൗ ഇസ് ഇറ്റ് പോസിബിൾ? പക്ഷെ അതിങ്ങനെ സംഭവിക്കുക, അതെങ്ങനെ നടക്കുക അല്ലേ? ദ സ്ക്വിറിൽ ഹൂം ഐ സീ എവറി ഡേ ഇസ് നോട്ട് വൈറ്റ്. എല്ലാ ദിവസം കാണുന്ന സ്ക്വിറിലെ കളർ വൈറ്റ് ആണോ? അല്ല, ഒരു ബ്രൗൺ ഡാർക്ക് അല്ലേ. I have seen it making a nest in my grandmother's knitting clothes in the banyan tree. അവിടെ ഇതൊക്കെ. അപ്പോൾ നമ്മൾ എന്തിനൊക്കെ എക്സ്ട്രാ അടിച്ചു വിടാം. now I remember. കണ്ടോ, ഡോട്ട് കണ്ടോ. Grandfather had a white rat and I have seen him near the squirrel's nest. White rat ആണെന്ന്. Yes, it must be father. It must be the father. The grandfather says that rats and squirrels are related to each other. മണ്ടൻ. It is quite possible for them to have offspring. കുട്ടികൾ ഉണ്ടാവുന്നു അല്ലേ. ഇൻ ദ കേസ് വൈറ്റ് സ്ക്വിറിൽസ്, വണ്ടർഫുൾ നേച്ചർ, ഐ ഫീൽ സോ എക്സൈറ്റഡ്. അത്രയും മതി. ഇനി നാളെ പോയിട്ട് ഞാൻ നോക്കുന്നു, എന്തെങ്കിലും കൂടി എക്സ്ട്രാ എഴുതിക്കോ. ഇത്രയൊന്ന് നീട്ടി വരച്ച് എഴുതേണ്ട ആവശ്യമില്ല. മനസ്സിലായില്ലേ എക്സാമ്പിൾ? വേറൊരു എക്സാമ്പിൾ നോക്കാം. പ്രിപ്പയർ എ ഡയറി എൻട്രി ഓഫ് ദ ഡോക്ടർ on the night he escaped from the rented house based on the chapter The Snake in the Mirror. Snake in the Mirror, the homeopath എന്താണ്? എസ്കേപ്പ് ചെയ്യുന്നുണ്ട് അവിടെ റെൻറ്റ് ചെയ്ത സ്ഥലത്ത് നിന്ന് അല്ലേ. എന്താണ് ഇപ്പോൾ സ്നേക്ക് കണ്ടപ്പോൾ അതിനെപ്പറ്റി എഴുതാം. അപ്പോൾ അവിടെ എന്താ? ടെറിഫൈഡ്, സ്കേറി, ഇൻസെക്യൂർ എക്സ്പീരിയൻസ് അല്ലേ. അപ്പോൾ നമുക്ക് നോക്കാം. Thursday, January 14th. What a terrible day it was. Okay. The events seemed to be unbelievable. വിശ്വസിക്കാൻ കൂടി പറ്റുന്നില്ല. It was such a narrow escape from death. ഇത് നിങ്ങൾ 2 പാരഗ്രാഫ് ആക്കണമെന്നില്ല. ഒരു പാരഗ്രാഫ് എഴുതിയാൽ ഒരാൾ മാർക്ക് കുറയ്ക്കാൻ പോകുന്നില്ല, 2 ആക്കിയാലും മാർക്ക് കുറയ്ക്കൂല. I was actually happy seeing my face in the mirror, enjoying my looks. ഞാൻ എൻ്റെ സ്വന്തം ബോഡീനെയും ഫേസൊക്കെ നോക്കി ഭയങ്കര ഹാപ്പി ആയിരിക്കുമായിരുന്നു. I was lost in thoughts or I would have felt the snake slithering up. അല്ലേ, ഞാൻ ഇങ്ങനെ എൻ്റെ ലോകത്ത് തന്നെ ഇങ്ങനെ ഡേ ഡ്രീം ചെയ്യായിരുന്നു, അല്ലെങ്കിൽ ഞാൻ ആ സ്നേക്കിനെ കണ്ടേനെ. What a fright I got seeing the cobra on my shoulder. But thankfully I was too scared to. ഞാൻ ഷോക്ക് അടിച്ചിരിക്കുന്നു, എന്നെ പോലെ ഇങ്ങനെ ഇളകിയിട്ടില്ല അല്ലേ. But I prayed silently and God heard it. Snake's attention got diverted seeing its own reflection in the mirror and it left me. ഭാഗ്യത്തിന് സ്വന്തം റിഫ്ലക്ഷൻ കണ്ട് രക്ഷപ്പെട്ടു. ആൻഡ് ഇനി വേണം നിങ്ങൾക്ക് എഴുതാം. I don't know what I'm going to do tomorrow എന്നൊക്കെ എഴുതാം അല്ലേ. അല്ലെങ്കിൽ now I'm staying with my friend, thank God എന്നൊക്കെ പറഞ്ഞിട്ട് അവനുള്ളതുകൊണ്ട് രക്ഷപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ 4-5 ലൈൻ എഴുതാം. നാളെ ഇനി തിരിച്ചു പോയി നോക്കണം, ഐ എം സ്കേർഡ്, ഗുഡ് നൈറ്റ് എന്ന് പറഞ്ഞ എന്തെങ്കിലുമൊക്കെ എഴുതാം. ഡിയർ ഡയറി എന്നൊന്നും എഴുതണ്ട കേട്ടോ, അത് പണ്ടത്തെ സ്ഥലം. ഡിയർ ഡയറി ആ കോമ ഒന്നും വേണ്ട, നേരെ കാര്യം എഴുതാം. ഓക്കെ.
ഞാൻ വേറെയും കുറേ എക്സാമ്പിൾസ് വെച്ചിട്ടുണ്ട്. സത്യജിത് റേൻ്റെ ഒരു ചാപ്റ്ററിൻ്റെ എക്സാമ്പിൾ വെച്ചിട്ടുണ്ട്. AJ ക്രോണിൻ ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഐ എവർ മെയ്ഡ് ഉണ്ട്. ഇതും വേറെ ഒരെണ്ണമുണ്ട്. പിന്നെ യങ് മാൻ മിസ്റ്റർ ജോൺ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റിൽ തന്നെ പറയുന്നുണ്ട് വേറെ. അതേപോലെ കുറേ എക്സാമ്പിൾസ് കൊടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾ എന്ത് ചെയ്യണം, ഈ നോട്ട്സൊക്കെ ഡൗൺലോഡ് ചെയ്യണം. എവിടെന്നാ? നിങ്ങൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണം. ഓക്കെ, അപ്പോൾ വാട്സാപ്പ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ആരുടെ നമ്പറും കിട്ടില്ല, ആർക്കും നിങ്ങളുടെ നമ്പറും കിട്ടില്ല. അപ്പോൾ സേഫാണ്. അപ്പോൾ നിങ്ങൾ ജോയിൻ ചെയ്യണം. താഴെ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ നോട്ട്സൊക്കെ കിട്ടും. നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ട് ഇത് ചിലപ്പോൾ മറക്കും. നാളെ നിങ്ങൾക്ക് ആവശ്യമില്ല, എല്ലാ ദിവസവും വീഡിയോ എടുത്തുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ നോട്ട്സ് കിട്ടണമെങ്കിൽ ഡൗൺലോഡ് ചെയ്ത് PDF ആയിട്ട് ഫ്രീ ആയിട്ട് കിട്ടും. അപ്പോൾ അത് ഡൗൺലോഡ് ചെയ്ത് വെക്കുക. എന്നിട്ട് ഇടയ്ക്ക് റെഫർ ചെയ്യുക എക്സാമ്പിൾസ്. ഓക്കെ, ഇനി നിങ്ങൾ വിചാരിക്കും സാർ ഇത് മാത്രം പോന്തിയോ, എക്സാമിന് എന്താണ് വരിക? എക്സാമിന് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം കഴിഞ്ഞ ഒരു 5-6 വർഷത്തെ എല്ലാം PYQs ഞാൻ നിങ്ങൾക്ക് തരികയെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വാസമാവോ? എല്ലാം ഡയറി എൻട്രി വന്ന് ഞാൻ ഈ PPTയിൽ വെച്ചിട്ടുണ്ട്, അതും നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പം കുറച്ച് എൻട്രീസിൻ്റെ ടിപ്സാണ്. ഡേറ്റ് കൊടുക്കണം, നാച്ചുറലി ആയിട്ട് എഴുതണം. അല്ലാണ്ട് നിങ്ങളുടെ ഫോർമൽ ലെറ്റർ എഴുതുന്ന പോലെ ഇങ്ങനെ വെറുതെ ഡയലോഗ് അടിച്ച് വിടരുത്. കാര്യം വൃത്തിക്ക് എഴുതിയാൽ മതി. ബിഗിൻ ദ എൻട്രി ബൈ ഡിസ്ക്രൈബിംഗ് ദ ഡേ ഇൻ ദ ബോഡി, ഡിസ്കസ് യുവർ ഫീലിംഗ്സ് അല്ലെങ്കിൽ ഒരു ഇവൻറ്റ്. ആ ഒരു ചാപ്റ്ററിൽ പറയും എന്താണ് ഇവൻറ്റ് എന്ന്. കൺക്ലൂഡ് ദ ഫൈനൽ റിമാർക്ക്, ഫ്യൂച്ചർ പ്ലാൻ. 2 പ്രാവശ്യം വായിച്ചു നോക്കുക കേട്ടോ. ഓവർ വലുപ്പമൊന്നും വേണ്ട, 100 വാക്കുകളൊക്കെ ധാരാളം. 2022 ചോദിച്ച 6 മാർക്ക് ക്വസ്റ്റൻ കേട്ടോ. മാർത്ത എന്ന് പറയുമ്പോൾ ഇത് ചാപ്റ്റർ സ്കോളർഷിപ്പ് ജാക്കറ്റ് അല്ലേ. വാസ് ഇൻഫോം ദാറ്റ് ഷീ ഷുഡ് പേ ഫോർ ദ സ്കോളർഷിപ്പ് ജാക്കറ്റ്. അതൊരു സങ്കടകരമായ ദിവസമായിരുന്നു. എന്നിട്ട് അപ്പൂപ്പൻ്റെ അടുത്ത് പോയപ്പോൾ അപ്പൂപ്പനും പറഞ്ഞു അത് തരൂല പൈസ, അങ്ങനെ തരാൻ പറ്റൂല എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? വാട്ട് എ സാഡ് ഡേ, ഡേറ്റ് എഴുതുക, ഡേയും ഡേറ്റും എഴുതുക. അത് കഴിഞ്ഞിട്ട് ടുഡേ ഈസ് ദ വേഴ്സ്റ്റ് ഡേ ഓഫ് മൈ ലൈഫ്. I worked so hard for the scholarship jacket. Now the principal is saying I have to pay money. I told grandfather about this and he said it is not right and he will not pay for it. I am so sad. I worked അങ്ങനെ എഴുതി വെക്കാം. I don't ഇനി എനിക്ക് സ്കൂളിൽ പോകണ്ട എഴുതി വെച്ചോ. ഓക്കെ, അങ്ങനെ എഴുതി വെക്കരുത് കേട്ടോ. ഇനി I don't know what I am going to do. I will talk to my teachers and see. അങ്ങനെയൊക്കെ പറയാം. It is not fair. This is very unfair എന്നൊക്കെ പറയാം. അത് എഴുതി വെച്ച് ഫീലിംഗ് കഴിഞ്ഞു. 6 മാർക്ക് കിട്ടി. വേറെ നിങ്ങൾക്ക് എൻട്രൻസ് ബാച്ചിൽ എക്സാമിനർ ജോയിൻ ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഫുൾ ഫീച്ചേഴ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. 6000 രൂപ ഒരു വർഷത്തെ ഫുൾ ഫീസ് വരുന്നത്. ഇത് ഇൻക്ലൂഡഡ് എന്താണ്? നിങ്ങളുടെ സ്റ്റഡി മെറ്റീരിയൽസും കൂടി കേട്ടോ. സ്റ്റഡി മെറ്റീരിയൽസ് ഇൻക്ലൂഡഡ് ആണ്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഇത് നോക്കിയേ, ഇമാജിൻ ദാറ്റ് മിസ്റ്റർ ജോൺ ആഫ്റ്റർ മീറ്റിംഗ് ദ നെറേറ്റർ. ഇതേതാ? ബെസ്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. അതിനെ പറ്റിയിട്ട് എഴുതാണ്. ഒരു എക്സാമ്പിളും കൂടി കൊടുത്തിട്ടുണ്ട്. ഇത് നോക്കിയേ, മോഡൽ 2023 ചോദിച്ചാട്ടോ. ഈ പ്രാവശ്യത്തെ മോഡൽ ദ ഹോമിയോപാത്ത് ഇൻ ദ സ്നേക്ക് ഇൻ ദ മിറർ റാൻ ഫോർ ഹിസ് ലൈഫ്. ഓക്കെ, ബേസിക്കലി ആ സ്നേക്കിനെ കണ്ട് പേടിച്ചോടി. അപ്പം ഹി വാസ് ടെറിബ്ലി ഫ്രൈറ്റൻഡ്. ഹി നോട്ടഡ് ഹിസ് ഫീലിംഗ്സ് ഇൻ ഡയറി. പ്രിപ്പയർ. നമ്മളൊരു എക്സാമ്പിൾ കണ്ടു. ഞാൻ പറഞ്ഞ എക്സാമ്പിൾ ഇതിന് ആൻസർ ഉണ്ട്. അപ്പം നിങ്ങളൊരു 4-5 ക്യാരക്ടറിനെ പറ്റി പഠിച്ച കഥ അറിയെങ്കിൽ എല്ലാം സെറ്റാ. 5 മാർക്ക് കിട്ടി. 6 മാർക്ക് 2022 ചോദിച്ചാൽ മാർത്തേൻ്റെ ക്വസ്റ്റ്യൻ. ഓക്കെ, 6 മാർക്ക് മോഡൽ 2022 ചോദിച്ചതാണ്. ബോയ് ഏതാണ്? അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻട്രിയിൽ ചോദിച്ചതാണ്. ബേസിക്കലി അന്നത്തെ ഫൈറ്റ് കണ്ടതിൻ്റെ കഥയൊക്കെ പറയുന്നു. ഓക്കെ, ടേം 2 2022 5 മാർക്കിന് ശേഷം ദ അമേരിക്കൻ റൂംമേറ്റ് ഏതാണ്? അടിച്ചി. ഓക്കെ, അടിച്ചീൻ്റെ ചാപ്റ്ററിൽ നിന്നുള്ള 5 മാർക്ക് ക്വസ്റ്റ്യൻ ആണ്. ഇത് നിങ്ങളൊരു 4-5 നോക്കി വെച്ച് പഠിച്ചത്. അഡ്വഞ്ചേഴ്സിൻ്റെ ബാനിയൻട്രി പിന്നെയും ചോദിച്ചു. റിട്ടേണിംഗ് ഹോം ആഫ്റ്റർ എസ്കേപ്പ്, ഹോമിയോപാത്ത് വീണ്ടും ചോദിച്ചു. ഓക്കെ, നോക്കി ഇമാജിൻ ദാറ്റ് ദ ഹോമിയോപാത്ത് റൈറ്റ്സ് അബൌട്ട് എൻക്വയറി. പിന്നെ ഹോമിയോപാത്തിൻ്റെ ക്വസ്റ്റ്യൻ, പിന്നെ നിൽക്കണ്ടേൻ്റെ ക്വസ്റ്റ്യൻ. ആ ക്വസ്റ്റ്യൻ കൊണ്ട് വളരെ റെയർ ആയിട്ട് മാറുള്ളൂ. അപ്പോൾ നിങ്ങൾ 4-5 പഠിച്ച് വെച്ച് ഈ ക്വസ്റ്റ്യൻസൊക്കെ ബൈഹാർട്ട് ചെയ്താൽ സെറ്റാവും. ബൈഹാർട്ട് ചെയ്യേണ്ട, നിങ്ങൾ മനസ്സിലാക്കുക. വാങ്കേൻ്റെ ഗ്രാൻഡ് ഫാദറിൻ്റെ എന്താണ് എക്സ്പീരിയൻസ്? ഓക്കെ, അലിയാക്കിൻ്റെ വാങ്ക സിമ്പിൾ ചാപ്റ്ററാണ്, നല്ല രസമാണ്. ബോയ് വാസ് എക്സൈറ്റഡ് എന്ന ബാനിയൻട്രി ക്വസ്റ്റ്യൻ. പിന്നെ എന്താണ്? സ്നേക്ക് എന്ന മിററിലെ ക്വസ്റ്റ്യൻ. ഹോമിയോപാത്ത്. പിന്നെന്താ? അലി ഈസ് വെരി ഡെസ്പറേറ്റ് ദാറ്റ് ഇഷ്യൂസ്. ഇത് എഴുതി വെക്കുക, വളരെ സിമ്പിൾ. സപ്പോസ് കോൺസ്റ്റന്റ് മാർക്കറേജ് വാങ്ക ചാപ്റ്റർ. ഇമാജിൻ ദാറ്റ് ദ ബ്ലൂ ബ്ലാങ്കറ്റ്. ഓക്കെ, ഇത് നിങ്ങളുടെ ചാപ്റ്റർ അല്ലാന്ന് തോന്നുന്നു, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ കഴിഞ്ഞ 5-6 വർഷം ചോദിച്ച ക്വസ്റ്റ്യൻ. 2016 അങ്ങനെ പറയാം 7 വർഷത്തെ ക്വസ്റ്റ്യൻസ് എല്ലാം വെച്ചിട്ടുണ്ട്. ഇത് നിങ്ങളുടെ ക്വസ്റ്റ്യൻ അല്ല, അതുകൊണ്ട് ഞാൻ ഡിലീറ്റ് ചെയ്യാം. ഇത് നോട്ട്സിൽ കിട്ടൂല. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താണ്? അപ്പോൾ നിങ്ങൾക്കുള്ള ആവശ്യമുള്ള എല്ലാ കാര്യമായിട്ടുണ്ട്. ഇത്രയും പഠിച്ചത് തന്നെ മാർക്ക് ഫുള്ള് കിട്ടും. 6 മാർക്സാണ് ഉറപ്പ്. അപ്പോൾ 6 മാർക്ക് നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യണമെങ്കിൽ ഒന്നുമില്ല, ഈ ലിങ്കിനൊക്കെ പേസ്റ്റ് ചെയ്യുക, ഫ്രണ്ട്സിന് വാട്സാപ്പിലേക്ക് അയച്ചു കൊടുക്കുക. അവർക്കൊരു വെറുതെ 6 മാർക്ക് കിട്ടിക്കോട്ടെ. ആൻഡ് ഓൾ ദി ബെസ്റ്റ്. ഇനി എന്ത് വേണം നിങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ആൻഡ് നിങ്ങൾ ആ പ്ലേലിസ്റ്റും മറക്കരുത്, വാട്സാപ്പ് കമ്മ്യൂണിറ്റി മറക്കരുത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. 7:30 എല്ലാ ദിവസവും ലൈവ് ഉണ്ടാവും. ടാറ്റാ, സീ യു ആൻഡ് ടേക്ക് കെയർ.